കേരളത്തിലെ 2026 +1 അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ അപേക്ഷ ഇന്ന് ജൂലൈ 13 രാവിലെ 10 മണി മുതൽ ജൂലൈ 15 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് HSCAP വെബ്സൈറ്റിൽ സ്കൂൾ വൈസ് വേക്കൻസി കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഒരു ജില്ല എടുത്തു, കോട്ടയം എടുത്തു. കോട്ടയത്തിലെ ഓരോ സ്കൂളിലെയും ഓരോ കോഴ്സിനും കോമ്പിനേഷൻ കാണാം. ഈരാറ്റുപേട്ട ഗവൺമെൻറ് HSS ഈരാറ്റുപേട്ടയിൽ ഫിസിക്സ് കെമിസ്ട്രി ആ കോമ്പിനേഷൻ, ബയോസയൻസിന് 23 സീറ്റ് വേക്കൻസി ഉണ്ട്. അങ്ങനെ ഓരോ സ്കൂളിലെയും സീറ്റ് വേക്കൻസി ഇവിടെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ സീറ്റ് വേക്കൻസിക്ക് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10 മണിക്ക് കാൻഡിഡേറ്റ് ലോഗിൻ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളടുത്തുള്ള അക്ഷയ സെന്ററിനോ നിങ്ങൾക്ക് എവിടുന്നാണോ അപേക്ഷിക്കാൻ താല്പര്യമുള്ള അവിടുന്ന് അപേക്ഷ സമർപ്പിക്കാം. ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, അപേക്ഷിച്ചിട്ടും ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും, അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്ത ആളുകളുണ്ടാവും, അവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലം പ്രവേശനം നിരാകരിക്കപ്പെട്ടവർ, നിങ്ങൾ അപേക്ഷിച്ചു കഴിഞ്ഞ തവണ അതിൽ നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടി, പക്ഷെ നിങ്ങൾ തെറ്റായ വിവരമാണ് കൊടുത്തത്, അതുകൊണ്ട് അലോട്ട്മെന്റ് നിങ്ങൾ ഔട്ടായി. ഈ ആളുകൾക്കും അപേക്ഷിക്കാം. ആർക്കൊക്കെ അപേക്ഷിക്കാം? ഇതുവരെ അപേക്ഷിക്കാത്തവർ, അപേക്ഷിച്ചിട്ട് ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർ, തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലം പ്രവേശനം നിരാകരിക്കപ്പെട്ടവർ, ഇവർക്കൊക്കെ അപേക്ഷിക്കാം. അപേക്ഷ നൽകാൻ സാധിക്കാത്തവരെന്ന് ചോദിച്ചാൽ നിലവിൽ പ്രവേശനം നേടിക്കഴിഞ്ഞവർ. ആദ്യത്തെ അലോട്ട്മെന്റുകളിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. പ്രവേശനം ലഭിച്ചിട്ടും നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ സ്കൂളിൽ ചെന്നില്ല, അവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല. പ്രവേശനം നേടിയ ശേഷം TC വാങ്ങി പ്രവേശിച്ചു, പിന്നെ എന്ത് ചെയ്തു, വേറെ എന്തോ കോഴ്സിന് പോകണം, ITയിലോ എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചിട്ട് TC വാങ്ങിയിട്ടുണ്ട്, അവർക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇനി അപേക്ഷിച്ചിട്ട് ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർ കാൻഡിഡേറ്റ് ലോഗിനിൽ നൽകിയിട്ടുള്ള റിന്യൂ ആപ്ലിക്കേഷൻ, ഇതിൽ കാൻഡിഡേറ്റ് ലോഗിനിൽ ആ സമയമാകുമ്പോൾ 10 മണിയാകുമ്പോൾ റിന്യൂ എന്ന് വരും. ആ സമയത്ത് ഇത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അവിടെ റിന്യൂ ആപ്ലിക്കേഷനിലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതുവരെ അപേക്ഷ നൽകാത്തവർ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് കാണാം. അതിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. പിന്നെ അപേക്ഷയിലെ തെറ്റായ വിവരം നൽകിയതും പ്രവേശനം നിരാകരിക്കപ്പെട്ട കാൻഡിഡേറ്റ് ലോഗിൻ നൽകിയിട്ടുള്ള റിന്യൂ ആപ്ലിക്കേഷനിലാണ് നിങ്ങൾ തെറ്റായ വിവരം നൽകിയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് 10 മണി മുതൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് കൂടി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.